സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ഭയങ്കര റിസ്കിയാണ്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ കുറെ ഞാൻ കളിച്ചതല്ലേ, പിന്നെ കുറെ കാശൊക്കെ പോയപ്പോ പിന്നെ അങ്ങ് FD-യിലേക്കായി. പിന്നെ സ്റ്റോക്ക് മറ്റേ ട്രേഡിംഗ് ഒക്കെ ഞാൻ എത്ര കണ്ടതാ, പക്ഷെ വെറും ഗാംബ്ലിംഗ് ആണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? പക്ഷെ ശരിക്കും എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്? എന്തിനു വേണ്ടിയാണ് ശരിക്കും ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ളത്? ഇതിനെ പറ്റി എല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇത് ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഡെഫിനിഷൻ. സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ പ്ലേസ് വേർ ഇക്വിറ്റി ഷെയർസ് ഓഫ് എ കമ്പനി ഈസ് ബോട്ട് ആൻഡ് സോൾഡ് ബൈ ഇറ്റ്സ് പാർട്ടിസിപ്പന്റ്, ദാറ്റ് ഈസ് ഇറ്റ്സ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഈ ഡെഫിനിഷൻ ഉള്ള പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ പ്ലേസ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരു സ്ഥലമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന പേരിലുള്ള പോലെ തന്നെ ഈ പ്ലേസ് ഒരു മാർക്കറ്റാണ്. അതായത് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ സാധനം മേടിക്കാനും വിൽക്കാനും വരുന്ന സ്ഥലത്തിനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്, ചന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്ഥലമാണ്, ഈ സ്ഥലം ഒരു മാർക്കറ്റ് ആണ് എന്ന് മനസ്സിലായി. പക്ഷെ എന്തിന്റെ മാർക്കറ്റ്? ഡെഫിനിഷൻ ഉള്ള പോലെ തന്നെ ഇക്വിറ്റി ഓഫ് കമ്പനീസ് ഇന്റെ മാർക്കറ്റ് ആണ്. എന്താണ് ഈ ഇക്വിറ്റി എന്ന് പറയുന്നത്? ഒരു കമ്പനിയുടെ ഓണർഷിപ്പിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇക്വിറ്റി. ഈ ഇക്വിറ്റി പല പീസസ് ആയി ഡിവൈഡ് ചെയ്ത് ഇത് വിൽക്കാനും മേടിക്കാനുമാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്കിനി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്റെ ഫ്രണ്ട് കെനി, അവൻ സ്വന്തമായിട്ട് ഒരു ടീഷർട്ടിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ ടീഷർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവനൊരു 1 lakh rupees ആണ് അതിന്റെ ക്യാപിറ്റൽ ആയിട്ട് അവൻ യൂസ് ചെയ്തിരിക്കുന്നത്. അവനാണ് അതിലെ 100% ഓണർ ആ ബിസിനസിന്റെ. അവനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തുടങ്ങി. ഒരു പർട്ടിക്കുലർ ജില്ല കംപ്ലീറ്റ് ആയിട്ട് അവൻ മാർക്കറ്റ് ചെയ്തു, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു, റവന്യൂ അതിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ, ഈ ബിസിനസ് എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ബിസിനസ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് സ്കെയിൽ ചെയ്യാനായിട്ട് പറ്റും, കൂടുതലായിട്ട് വളർത്താനായിട്ട് പറ്റും. അപ്പോൾ കൂടുതലായി വളർത്തി കേരളം മുഴുവൻ എത്തിക്കണം എന്നായി കെനിയുടെ ആഗ്രഹം. അപ്പോൾ കെനിക്ക് ഇത് വളർത്താനായി കൂടുതൽ പണം ബിസിനസ്സിലേക്ക് ഇടണം, എന്നാലേ കൂടുതൽ പെട്ടെന്ന് ഓപ്പറേഷൻസ് അത്രയും വളർത്താനായിട്ട് പറ്റത്തുള്ളൂ, അത്രയും മാർക്കറ്റിംഗ് എഫേർട്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണം ബിസിനസ്സിലേക്ക്. കെനി ചിന്തിച്ചു, ഓക്കെ, 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഈ ബിസിനസ്സിൽ നിന്ന് തന്നെ കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, ഈ പ്രോഫിറ്റ് വീണ്ടും ബിസിനസ്സിലേക്ക് ഇടുക, ആ ബിസിനസ് വളർത്താം. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ബിസിനസ്സിൽ നിന്ന് ഇപ്പം കെനിയുടെ ചെലവുകൾക്കായിട്ടൊക്കെ എടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു എമൗണ്ട് ബിസിനസ്സിലേക്ക് തിരിച്ചിട്ട് ഇത് പെട്ടെന്ന് വളർത്താനായിട്ട് കുറച്ച് പാടാണ്. കാരണം ഇതിൽ സമയമെടുക്കും. കാരണം ആ പ്രോഫിറ്റിൽ നിന്ന് മാത്രമാണെങ്കിലോ നമ്മൾ ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു വലിയ എമൗണ്ട് ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ ഇത് വളർത്താനായിട്ട് സമയമെടുക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്ത് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇത് വളർത്താനായിട്ട് പറ്റും. പക്ഷേ കെനിയുടെ ഒരു ചെറിയ ബിസിനസ് ആയതുകൊണ്ടും ഒരു ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ടും ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും അതിന് ഇൻട്രസ്റ്റ് അടയ്ക്കണം. പിന്നെ ഇൻ കേസ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ 1-2 മാസമൊക്കെ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പിന്നെ ഒരു പ്രശ്നത്തിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് കെനി വിചാരിച്ചു വേണ്ട. രണ്ടാമതായുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ കെനിക്ക് ഒരു ഇൻവെസ്റ്ററിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇൻവെസ്റ്റർ വരുമ്പം ഇൻവെസ്റ്ററിന് എന്താ കൊടുക്കേണ്ടത്? ആ ബിസിനസിന്റെ ഓണർഷിപ്പാണ് കൊടുക്കേണ്ടത്. ആ ഇൻവെസ്റ്റർ എന്തിനാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഈ ബിസിനസിന്റെ തന്നെ മൂല്യം കൂടാൻ വേണ്ടിയിട്ടും, അത് പിന്നെ വേറൊരാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് ഷെയറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കെനി എന്റെ അടുത്ത് വന്നു. കെനി എന്നോട് പറഞ്ഞു, ജെവിൻ, ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബിസിനസ് അത്യാവശ്യം ഇപ്പോൾ ഗ്രോ ചെയ്ത് വരുന്നുണ്ട്. ഇതിന് ഇത്രത്തോളം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പം ഓൾറെഡി സക്സസ്ഫുള്ളി ഒരു ഡിസ്ട്രിക്ട് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് നമുക്കിനി ഓപ്പറേഷൻസ് നമ്മുടെ സ്റ്റേറ്റ് മൊത്തത്തിലേക്ക് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പം ജെവിൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് എന്റെ പാർട്ണർ ആവാം, നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഞാൻ ബിസിനസ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ, ശരി, നമുക്ക് ചെയ്യാം. അപ്പം കെനി ഈ ബിസിനസ് വാല്യൂ ചെയ്തിരുന്നു 20 ലക്ഷം രൂപയ്ക്കാണ് കെനി ഈ ബിസിനസ് വാല്യൂ ചെയ്തത്. കാരണം കെനി 1 lakh വെച്ച് സ്റ്റാർട്ട് ചെയ്ത ചെറിയ ബിസിനസ് ആണെങ്കിലും ഇപ്പോൾ അത് വളരെയധികം വളർന്നു. കുറെ അസറ്റ്സ് ഉണ്ട് ഇപ്പം ബിസിനസ്സിന്, കുറെ കസ്റ്റമേഴ്സ് ഓൾറെഡി ഉണ്ട്, അതേപോലെ ഒരു ജില്ല മുഴുവൻ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ 20 lakhs rupees-നാണ് ഈ എൻറ്റയർ ബിസിനസിന്റെ, കെനിയുടെ ബിസിനസിനെ വാല്യൂ ചെയ്തിരിക്കുന്നത്. അതായത് ആ ബിസിനസിന്റെ ടോട്ടൽ മൂല്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മൂല്യമുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ വീടിനാണെങ്കിൽ ഒരു മൂല്യമുണ്ട്, നമ്മുടെ ഫോണിനൊരു മൂല്യമുണ്ട്,
നമ്മളുടെ കാറിനൊരു മൂല്യമുണ്ട്. അതേപോലെ എല്ലാ ബിസിനസ്സുകൾക്കും ഒരു മൂല്യമുണ്ട്. അതിനാണ് ആ ബിസിനസിന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കേസിൽ കെനിയുടെ ബിസിനസ് വാല്യൂ ചെയ്തിരിക്കുന്നത് 20 lakhs rupeesലാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ 10 lakhs ഇൻവെസ്റ്റ് ചെയ്യാം, എനിക്ക് ബിസിനസിന്റെ 50% ഓണർഷിപ്പ് എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ കെനി എന്ത് ചെയ്തു, ഈ 20 ലക്ഷം മൂല്യമുള്ള കമ്പനി ഇതിന്റെ ഓണർഷിപ്പ് 2 ലക്ഷം ചെറിയ 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 പീസസ് അത് ഡിവൈഡ് ചെയ്തു. അതായത് 2 ലക്ഷം ഷെയർസ് ആക്കി മാറ്റി. ഈ കമ്പനിയുടെ ഓണർഷിപ്പിന് ഒരു ഷെയറിന് 10 രൂപ വെച്ച് 2 ലക്ഷം ഷെയർസ് എന്ന് പറയുമ്പോൾ ആ എൻറ്റയർ ഷെയർസിന്റെ വാല്യൂ ഷെയർ പ്രൈസ് ഇൻടു നമ്പർ ഓഫ് ഷെയർസ് ഈക്വൽ ടു ദി ടോട്ടൽ വാല്യുവേഷൻ ഓഫ് ദ ബിസിനസ്. ഞാൻ ഈ 10 lakhs rupees ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഇതിന്റെ പാർട്ട്ണർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആയപ്പോൾ എനിക്ക് 1 lakh ഷെയർസ് ആണ് കിട്ടിയത്. അപ്പോൾ കെനിയുടെ കയ്യിൽ 1 lakh ഷെയർസ് ഉണ്ട്, എന്റെ കയ്യിൽ 1 lakh ഷെയർസ് ഉണ്ട്, അത്രയും ഓണർഷിപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ 50% ഓണറാണ്, കെനി ഇപ്പോൾ 50% ഓണറാണ്. അങ്ങനെ ഈ ബിസിനസ് വളരെയധികം വളർന്നു. നമ്മുടെ സ്റ്റേറ്റ് മുഴുവൻ, കേരളം മുഴുവൻ അത് വളർന്നു. അങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി വന്നത്. അതായത് ഇന്റർനെറ്റ് ഉപയോഗിച്ച്, ടെക്നോളജി ഉപയോഗിച്ച് ഈ ബിസിനസ് വളരെ അധികം സ്കെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇന്ത്യയിൽ എവിടെ ഇരുന്നും നമ്മളുടെ ടീഷർട്ട് ആർക്ക് വേണമെങ്കിലും മേടിക്കാനായിട്ട് പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വീണ്ടും ഇത് വളർത്താനായി വീണ്ടും കുറച്ച് പൈസയും കൂടി ഇൻവെസ്റ്റ് ചെയ്യണം, കുറെ എമൗണ്ടും കൂടി ഇൻവെസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് ഇത് സാധിക്കുക? അപ്പോഴാണ് കെനി അറിഞ്ഞത് ഇതിന് വേറൊരു രീതിയുണ്ട്. അതായത് ഒരു ഇൻവെസ്റ്ററിനെ എടുക്കുന്നതിന് പകരം ഈ ഷെയർസ് പബ്ലിക്കിലേക്ക് കൊടുക്കുവാണെങ്കിൽ പബ്ലിക്കിന് ഈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. ആ ക്യാപിറ്റൽ യൂസ് ചെയ്ത് നമ്മൾക്ക് ഈ ബിസിനസ് ഗ്രോ ചെയ്യാനും പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. ഇതിനെയാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഒരു കമ്പനി ആ കമ്പനിയുടെ ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ലിസ്റ്റ് ചെയ്യുന്നത് പബ്ലിക്കിന് കൊടുക്കാനായിട്ട്. അപ്പം കെനിയും ഞാനും കൂടി തീരുമാനിച്ചു, ഓക്കെ, ഈ ടീഷർട്ട് കമ്പനി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാം. ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പബ്ലിക്കിലേക്ക് ഈ ഷെയർസ് കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ ആ പബ്ലിക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ട് യൂസ് ചെയ്ത് കമ്പനി വലിയൊരു രീതിയിലേക്ക് ഗ്രോ ചെയ്യിക്കാനും പറ്റുമെന്ന്. അപ്പൊ വീണ്ടും കെനിയും ഞാനും കൂടി ഈ ബിസിനസിന്റെ വാല്യൂ എത്രയാണ് എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. അപ്പൊ ഇനിയുള്ള ഫ്യൂച്ചർ ഗ്രോത്തും ഇപ്പോഴത്തെ കറണ്ട് കസ്റ്റമേഴ്സ് ബേസും കറണ്ട് റവന്യൂം ഒക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലായി ഈ ബിസിനസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 crore rupees ആണെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റി. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കറന്റ്ലി എന്റെ കയ്യിൽ 1 lakh ഷെയർ ഉണ്ട്, കെനിയുടെ കയ്യിൽ 1 lakh ഷെയർ ഉണ്ട്. 50%. നമ്മളൊരു 2 ലക്ഷം ഷെയർസ് പബ്ലിക്കിലേക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അതായത് 2 ലക്ഷം പുതിയ ഷെയർസ്. അപ്പോൾ 1 lakh ഷെയർസ് എന്റെ കയ്യിലുണ്ട്, 1 lakh ഷെയർസ് കെനിയുടെ കയ്യിലുണ്ട്. പബ്ലിക്കിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഷെയർസ് ടോട്ടൽ 2 lakh ഷെയർസ് ആണ് നമ്മൾ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നത്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുന്നത് 2 ലക്ഷം ഷെയർസ് ആണ്. അതായത് 50% ആണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുന്നത്. എന്റെ കയ്യിൽ 1 lakh ഷെയർസ് ഉണ്ട്, കെനിയുടെ കയ്യിൽ 1 lakh ഷെയർസ് ഉണ്ട്. അതായത് എന്റെ കയ്യിൽ 25% ഓഫ് ഓണർഷിപ്പ് ഉണ്ട്, കെനിയുടെ കയ്യിലും 25% ഓഫ് ഓണർഷിപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ഷെയറിനും 25 rupees ആണ് അതിന്റെ വാല്യൂ. അതായത് 25 into the ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ 4 ലക്ഷം ഷെയർസ് ആയിട്ടുണ്ട്. ഇപ്പോൾ പബ്ലിക്കിലേക്ക് നമ്മൾ കൊടുത്ത 2 ലക്ഷം ഷെയർസ്, എന്റെ കയ്യിലുള്ള 1 ലക്ഷം ഷെയർ, കെനിയുടെ കയ്യിലുള്ള 1 ലക്ഷം ഷെയർ, ടോട്ടൽ 4 ലക്ഷം ഷെയർ ഉണ്ട്. ഇൻടു 25 ആണ് 1 crore rupees. അതായത് ഈ ബിസിനസിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയും. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്ത, അതായത് പബ്ലിക്കിന് മേടിക്കാനും വിൽക്കാനും പറ്റുന്ന ആ ഷെയർസിനെയാണ് പബ്ലിക്കലി ട്രേഡഡ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അപ്പം ഈ ബിസിനസിന്റെ 50% ഇക്വിറ്റി ഷെയർസ്, 50% ഓണർഷിപ്പ് പബ്ലിക്കിലേക്ക് നമ്മൾ മേടിക്കാനും വിൽക്കാനുമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് കൊടുക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ത്രൂ ആണ്. പക്ഷെ അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, ഓക്കെ, കെനിയാണല്ലോ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, രണ്ടാമതായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ കെനി ആദ്യം തുടങ്ങിയപ്പോൾ 100% ആയിരുന്നു ഓണർഷിപ്പ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തപ്പം 2 പേർക്കും 50% ആയി. ഇപ്പോൾ അത് വീണ്ടും കുറഞ്ഞ് 25% ആയി. ഇത് നല്ലതല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഓണർഷിപ്പ് കൊടുക്കുന്ന അനുസരിച്ച് ആ ബിസിനസിന്റെ തന്നെ മൂല്യം കൂടി വരുന്നത് കൊണ്ട് നമ്മളുടെ ഷെയർസ് ഇച്ചിരി കുറഞ്ഞാലും നമ്മളുടെ ആ മൂല്യം എന്ന് പറയുന്നത് അത്ര കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ വീണ്ടും
പല ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ഒക്കെ എടുക്കുന്നത് തന്നെ ഈ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബിസിനസ് അത്രയധികം വളരുമ്പോൾ ആ ബിസിനസിന് തന്നെ മൂല്യം കൂടും. അപ്പോൾ നമ്മുടെ പെർസെന്റേജ് ഓഫ് ഓണർഷിപ്പ് കുറഞ്ഞാലും നമ്മളുടെ ആ അസറ്റ്, ആ ഓണർഷിപ്പ് എന്ന് പറയുന്ന ആ പെർസെന്റേജിന്റെ മൂല്യം എന്ന് പറയുന്നതും വളരെ കൂടുതലായിരിക്കും. അതായത് കെനി 1 lakh rupees വെച്ചാണ് ഈ ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കെനിക്ക് 100% ആയിരുന്നു ഓണർഷിപ്പ്. ഇപ്പോൾ കറന്റ് 25% ഉള്ളെങ്കിലും അത് 25 lakhs ആണ് ഇപ്പോൾ കറന്റ് കെനിയുടെ ബിസിനസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. 25x ആണ് കെനിയുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ. അത് ചെറിയൊരു റിട്ടേൺ അല്ല, വലിയൊരു റിട്ടേൺ ആണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ 10 lakhs ആണ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. എന്റെ കയ്യിലുള്ള ഓണർഷിപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50% ആയിരുന്നു. ഇപ്പോൾ അത് 25% ആയി. പക്ഷെ ടോട്ടൽ ബിസിനസിന്റെ വാല്യുവേഷൻ കൂടിയത് കൊണ്ട് എന്റെ ഓണർഷിപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് 25 lakhs ആണ്. അപ്പൊ 10 lakhs ഇൻവെസ്റ്റ് ചെയ്ത എനിക്ക് 3x റിട്ടേൺ എനിക്ക് ആ ടൈമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഓരോ കമ്പനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് എടുക്കുന്നതും ഇത് ഗ്രോ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതും നമ്മുടെ ഓണർഷിപ്പ് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ കുറച്ച് കൊടുക്കുന്നതും ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്തിനാണ് നമ്മൾ ഇപ്പം ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം തന്നെ ഇത് 2 lakh ഷെയർസ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തത്? വേണമെങ്കിൽ 1-2 ഷെയർസ് ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരെ, അതല്ലേ എളുപ്പം? എന്തിനാണ് ഈ ഒത്തിരി അധികം ഷെയർസ് ആയിട്ട് ആദ്യം തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്? ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ഡിവൈഡ് ചെയ്യാൻ, അതായത് പിന്നെ ഒരു ഇൻവെസ്റ്റർ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇൻവെസ്റ്റേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ഇത് ഈസി ആയിട്ട് ഈ ഷെയർസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ 1-2 അല്ലെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് ഷെയർസേ ഉള്ളൂ എന്ന് കരുതും, ഒരു 10 ഷെയറേ ഉള്ളൂ എന്ന് കരുതും. അപ്പൊ നമ്മൾ കറക്റ്റ് ഒരു ഇത്ര ശതമാനം അല്ലെങ്കിൽ ഒരു 32.2% ആണ് നമ്മൾ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വേറെ ഇൻവെസ്റ്ററിന് കൊടുക്കുന്നത് എന്ന് വെക്കുകയാണെങ്കിൽ അപ്പോൾ ആ കറക്റ്റ് പെർസെന്റേജ് എത്തിക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇപ്പൊ ഒത്തിരി അധികം, ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം അങ്ങനെ ഒത്തിരി അധികം ഷെയർസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് പെർസെന്റേജ് നമ്പറിലേക്ക് നമുക്ക് കൂടുതൽ ഷെയർസ് ഇഷ്യൂ ചെയ്ത് എത്തിക്കാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ, അല്ലെങ്കിൽ ബിസിനസ്സുകൾ, കമ്പനീസ്, സ്റ്റാർട്ടപ്സ് ഒക്കെ ആദ്യം തന്നെ ഇത്ര അധികം ഷെയർസ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. പിന്നെ ഷെയർസിന്റെ നമ്പേഴ്സ് നമുക്ക് എത്ര വേണമെങ്കിലും വെച്ച് കൂട്ടാനായിട്ട് പറ്റും. പക്ഷെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ്സിനെ നോക്കുകയാണെങ്കിൽ ഈ ഷെയർസിന്റെ എണ്ണമോ അല്ലെങ്കിൽ ഓരോ ഷെയറിന്റെ വിലയോ മാത്രം നോക്കിയിട്ടല്ല ഒരു ബിസിനസ് വലുതാണോ ചെറുതാണോ എന്ന് നോക്കുന്നത്. ഇതിന്റെ ടോട്ടൽ വാല്യുവേഷൻ നോക്കിയിട്ടാണ്. അതായത് ദ നമ്പർ ഓഫ് ഷെയർസ് ഇൻടു ദി പ്രൈസ് ഓഫ് ഈച്ച് ഷെയർ ഈക്വൽ ടു ദി വാല്യുവേഷൻ. ഒരു ഷെയറിന്, ചില കമ്പനിക്ക് ഒരു ഷെയറിന് 100 രൂപയായിരിക്കും, ചില കമ്പനിക്ക് 1000 രൂപയായിരിക്കും. അപ്പോൾ നമ്മൾ കാണുമ്പോഴേ ഒരിക്കലും വിചാരിക്കരുത് ഓക്കെ അപ്പം ഈ 1000 രൂപ ഒരു ഷെയർ ഉള്ള കമ്പനിയാണ് വലിയ കമ്പനി, 100 രൂപ ഉള്ള ഷെയർ ഉള്ള കമ്പനി ചെറിയ കമ്പനിയാണ്. അല്ല, ആ നമ്പർ ഓഫ് ഷെയർസ് നോക്കണം. ചിലപ്പം 1000 രൂപ ഉള്ള ഷെയർസ്, നമ്പർ ഓഫ് ഷെയർസ് വളരെ കുറവായിരിക്കും. ചിലപ്പം ഈ 100 രൂപ ഒരു ഷെയറിനുള്ള കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയർസ് ഒത്തിരി അധികം, 1 ലക്ഷക്കണക്കിന് ഷെയർസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ഒത്തിരി ലക്ഷക്കണക്കിന് ഷെയർസ് ഉണ്ടെങ്കിൽ ആ രണ്ടാമത്തെ കമ്പനി ആയിരിക്കും ആദ്യത്തെ കമ്പനിയെക്കാളും വലിയൊരു കമ്പനി. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളും, നമ്മൾ പറഞ്ഞ എക്സാമ്പിളും എല്ലാം തന്നെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഇത്രയും സിമ്പിൾ അല്ല കാര്യങ്ങൾ. കാരണം ഒരാൾക്ക് പെട്ടെന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് കുറച്ച് ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനും പബ്ലിക്കിലേക്ക് ഷെയർസ് കൊടുക്കാനും IPO ചെയ്യാനും ഒന്നും തന്നെ അത്ര എളുപ്പമൊന്നും സാധിക്കത്തില്ല. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യൻ ഗവൺമെന്റും സെബി എന്ന് പറഞ്ഞ റെഗുലേറ്ററി അതോറിറ്റിയാണ്. അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവരുടെ കുറെ ത്രെഷോൾഡ്സ് ഉണ്ട്. അത് കടന്നാലേ ആ കമ്പനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഇന്ത്യയിലെ നമ്മളെ മേജർ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ആണ്. അപ്പം ഇതിലേക്കൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് വരാം. പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ റിസ്ക് എങ്ങനെയാണ്, റിവാർഡ് എങ്ങനെയാണ്, അതിനെപ്പറ്റിയുള്ള ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യുക. കൂടുതൽ ഇൻവെസ്റ്റിംഗ് ആൻഡ് പേഴ്സണൽ ഫിനാൻസ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ലേൺ, ബി സ്മാർട്ട് ആൻഡ് ബി ഫിനാൻഷ്യലി ഫ്രീ.